കുറേ പ്രേക്ഷകർ എന്നോട് ചോദിച്ചു അബ്ദുറഹീമിൻ്റെ കാര്യം എന്തായി. റിയാദിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന അബ്ദുറഹീമിൻ്റെ മോചനത്തിനുള്ള നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ പുരോഗമിക്കുന്നുവെന്നാണ് നമുക്കവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്രയും പെട്ടെന്ന് അദ്ദേഹം വന്ന് ഇറങ്ങും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്നും ജലീൽ കണ്ണമംഗലം ഞങ്ങളുടെ പ്രതിനിധി തത്സമയം ചേരുകയാണ്. ജലീൽ, ഗുഡ് മോർണിംഗ്. ജലീൽ, എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? ഇതിൻ്റെ ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നു എന്തായി എന്ന്. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഈ അബ്ദുറഹീമിന്റെ മോചനം ഉടൻ തന്നെ സാധ്യമാകും എന്ന പ്രതീക്ഷയിലാണ് സൗദിയിലെ നിയമസഹായ സമിതി. മൊത്തം മലയാളികൾ ആ ഒരു പ്രതീക്ഷയിൽ തന്നെ നിൽക്കുകയാണ്. ഈ ഹജ്ജും പെരുന്നാളും എല്ലാം കഴിഞ്ഞ് റിയാദിലെ കോടതി തുറന്ന് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് വീണ്ടും കടന്നിട്ടുണ്ട്. നടപടിക്രമങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ്. 15 മില്യൺ റിയാലിന്റെ ചെക്ക് സൗദിയിലെത്തി. അത് ഇന്ത്യൻ എംബസി ഈ ചെക്ക് റിയാദ് ഗവർണറേറ്റിന് കൈമാറി. ഗവർണറേറ്റ് അത് ഈ അവധിക്ക് മുമ്പ് തന്നെ കോടതിക്ക് കൈമാറുകയും ചെയ്തു. കോടതിയിലെ ജഡ്ജിയുടെ പേരിലാണ് ഈ ചെക്ക് ഇഷ്യൂ ചെയ്തത്. ഈ പെരുന്നാൾ അവധി കഴിഞ്ഞ ഉടൻ തന്നെ ഈ ചെക്ക് ജഡ്ജിയുടെ ചേംബറിൽ എത്തിയിട്ടുണ്ട്. ഇനി കോടതി ഈ രണ്ട് കക്ഷികളെയും വിളിക്കും. അതായത് അബ്ദുറഹീമിന്റെയും മരിച്ച സൗദിയുടെയും അഭിഭാഷകരെ വിളിച്ച് ആ കുടുംബത്തെയും വിളിച്ച് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കും. ഈ കരാറിനെ കുറിച്ച് ഇരു കക്ഷികളോടും ചോദിക്കും. മോചനദ്രവ്യം വാങ്ങി അബ്ദുറഹീമിന് മാപ്പ് നൽകാൻ തയ്യാറാണ് എന്ന് വാദിഭാഗവും മോചനദ്രവ്യം നൽകാൻ തയ്യാറാണെന്ന് പ്രതിഭാഗവും ഔദ്യോഗികമായിട്ട് രേഖാമൂലം കോടതിയിൽ ഇത് പറയും. ഈ ഒരു ഹിയറിംഗ് അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഇനി ഈ ഒരു ഹിയറിംഗ് ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് സൂചന. അതോടുകൂടി കോടതി മറ്റു കാര്യങ്ങളിലേക്ക് കടക്കും. അതായത് അബ്ദുറഹീമിന്റെ വധശിക്ഷ റദ്ദാക്കും. ശേഷം അബ്ദുറഹീമിന്റെ മോചനം സാധ്യമാകും, മോചിപ്പിക്കും. ഏതായാലും ഇതെല്ലാം ഉടൻ തന്നെ സാധ്യമാകും എന്ന പ്രതീക്ഷയിലാണ് എസ്. ഓക്കെ, ജലീൽ കണ്ണമംഗലമാണ് ജിദ്ദയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അവിടുത്തെ ഇദ്ദേഹത്തിൻ്റെ മോചനത്തിനായി പ്രവർത്തിക്കുന്ന ആളുകൾ മുഴുവൻ വളരെ സത്വരം അദ്ദേഹത്തിനെ മോചിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ആ ശ്രമങ്ങൾ എത്രയും പെട്ടെന്ന് വിജയിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഫറൂഖിൽ ആ ഉമ്മ കാത്തിരിക്കുകയാണ് റഹീമിന് വേണ്ടി.